ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളൊരു മൂവി കാണാൻ പോവാണ്. ഭ ഭ ഭ നമ്മുടെ ദിലീപിൻ്റെയും മോഹൻലാലിൻ്റെയും ഒരു മൂവിയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുള്ളത് ഏഷ്യൻ ടൗണിൽ സിനിമ 4ലാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്. 12:45 മൂവി. അപ്പം നമുക്ക് അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാം. യൂട്യൂബിൽ കുറച്ച് റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഈ മൂവി കാണാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഡേ റിവ്യൂ ആയതുകൊണ്ട് നമ്മുടെ ലാലേട്ടൻ്റെയും ദിലീപിൻ്റെയും ഫാൻസിൻ്റെ റിവ്യൂസ് മാത്രമേ ഞങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം അത് ഇറങ്ങിയതിൻ്റെ സെക്കൻഡ് ഡേ ആണ് മൂവി കാണാൻ പോകുന്നത്. പിന്നെ ദിലീപ് വിഷയത്തിൽ കുറച്ച് വിവാദത്തിലായി നിൽക്കുന്ന ടൈമിൽ തന്നെ ഈ മൂവി ഇറങ്ങിയപ്പോൾ മൂവിക്കും കുറച്ച് ഹൈപ്പ് കിട്ടിയിട്ടുണ്ട്. ഒരു 90s കിഡ് ആയതുകൊണ്ട് ദിലീപിൻ്റെയും ലാലേട്ടൻ്റെയൊക്കെ മൂവീസ് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആളാണ്. ലാലേട്ടൻ്റെ മാസ് കാണിക്കുന്നതും മുണ്ട് മടക്കി കുത്തുന്നതും മീശ വിരിക്കുന്നതും ഇതൊക്കെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ ഈ സീനിൽ നമ്മൾ ട്രെയിലറിലും ഇതിലൊക്കെ കണ്ടപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ജോണറിലുള്ള മൂവി ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. അങ്ങനെയാണ് നമ്മൾ പോയി കണ്ടിട്ടുള്ളത്. പിന്നെ അതിൻ്റെ ട്രെയിലറിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്, ഇതൊരു മാഡ്നസ്, അതായത് ഒരു സ്റ്റോറി ബേസ്ഡ് തീം അങ്ങനെയൊക്കെ ആഗ്രഹിച്ച് പോകുന്ന ആൾക്കാർക്ക് പറ്റുന്ന മൂവി ആയിരിക്കില്ല. എന്താ പറയുക, ഇതിന് അങ്ങനെ ഒരു ലോജിക്ക് ഇല്ലാത്തൊരു മൂവിയാണെന്നൊക്കെ അവരതിൽ പറഞ്ഞു വെക്കുന്നുണ്ട്. ട്രെയിലറിലും കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ക്ലൂ തന്നിട്ടുണ്ടായിരുന്നു. അപ്പം മൂവി കണ്ട് ഇറങ്ങി ഞങ്ങൾ. മൂവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ട്രെയിലറിലൊക്കെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗംഭീര സ്റ്റോറി ത്രെഡ് എക്സ്പെക്റ്റ് ചെയ്തിട്ട് ഒരിക്കലും മൂവി കാണാൻ പോകരുത്. അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്റ്റോറിയും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഞാനിങ്ങനെ ലാലേട്ടൻ മാസ് കാണിക്കുന്നതും അതൊക്കെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് എനിക്ക് മൂവി ഇഷ്ടമായി. ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത്രയേ ഉള്ളൂ. കുറേ BGM സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. മൂവി കണ്ടു കഴിഞ്ഞ് ഞങ്ങളിതേ തിരിച്ച് തുമാമേൽ തന്നെ എത്തിയിട്ടുണ്ട്. റൂമിൻ്റെ അവിടെ തിരിച്ച് പാർക്ക് ചെയ്ത്